ബിസ്മില്ലക്ക എന്താ പറ്റിയ എന്താ പറ്റി? ഒരു തലച്ചിറ്റല് തലയിറ്റല്. ശരി ശരി. അഷ്റഫേ, ഇതിൻ്റെ വലിയ മരുവന് ഷിയാബിനൊന്ന് വിളിച്ചാൽ എനിക്ക് എന്തോ ഒരു പൊറുതിയോട് തോന്നുന്നുണ്ട്. ഷിയാബിനോ? ഞാൻ പൊളിക്കാം. ബിസ്മില്ലക്ക നിങ്ങൾ നീക്കി നമുക്ക് സിറ്റ് ഔട്ടിൽ പോയിരിക്കുക. ബിസ്മില്ലക്ക ഞാൻ ഷിയാബിനൊന്ന് വിളിക്കട്ടെ. ഹലോ, ഷിയാബല്ലേ? ഇസ്മയിലാക്കാനെ മരുവനെ. എടാ ഇപ്പൊ മിറ്റടിച്ചു വരിയപ്പോ ചെറുതായിട്ടൊന്ന് കൊഴഞ്ഞു പോണിക്കണു. ഒന്ന് എളുപ്പം വാ കേട്ടോ. ശരി. അതെ, ഞാൻ ഒരു മിനിറ്റ്. ആ ഷിയാബേ, അവിടെ വടിച്ചു വരുന്ന സമയത്തൊന്ന് കൊഴഞ്ഞു പോണു. ഞാൻ അവിടെ ഉണ്ടായില്ലേ? ഇന്ന് അങ്ങോട്ട് കടത്തല്ലേ ഷിയാബേ? ഞാൻ ആദ്യം പോകിരുന്നു ഷിയാബേ. ആ സമയത്ത് മൂപ്പര് അവിടെ പൂണിക്കണു. ആ പൂണ സമയത്ത് ഞാൻ ആദ്യം പോകുന്നുണ്ട്. നേരെ എടുത്ത് എന്താ ചോദിച്ചപ്പോ തല കറങ്ങിയതാന്ന് പറഞ്ഞു. അപ്പൊ അനക്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ആസ്പത്രി കൊണ്ടുവരാം. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. അത് ഒരു 10 മിനിറ്റ് തന്നെ. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഒന്ന് നോക്കിട്ടോ. ആയിക്കോട്ടെ. ഇനിയിപ്പോ ഈ തന്തന ഇവിടെ നോക്കിയിരുന്നത് പോലെ കാര്യമൊന്നുമില്ല. അതൊക്കെ തകിടുക്കുന്നത് അതായിരിക്കും ബുദ്ധി. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കും, ഒന്ന് മൂത്രമൊഴിക്കും വേണം. അയിന് ഇസ്മയിലാക്ക ഇങ്ങളെ ഷാപ്പ് എപ്പോഴും ഇവിടുന്ന് പോയില്ലേ? ഓൻ ഇവിടെ ഇല്ല. വാപ്പച്ചേ ഇപ്പാടെ കൊടുക്കണു. ഞാന് ഇപ്പാന്റെ വീട്ടിൽ കളിച്ചാൻ പോയതാ. വേറൊരു കാക്കു എനിക്ക് ഉള്ളിലേക്ക് കടത്തിക്കണു. എന്താ പാപ്പ, എന്താ പറ്റി? എവിടെയെങ്കിലും വീണ്? നമുക്ക് ആശുപത്രി പോവാം. ഒന്നും പറ്റിയിട്ടില്ല, ഞാനൊന്ന് തല ചുറ്റി വീണു. നമുക്ക് ആശുപത്രി പോവാം. വരി. എനിക്ക് ബാത്റൂമിലൊന്ന് പോകണം, ഹോസ്പിറ്റലിലൊന്നും പോകണ്ട. എൻ്റെ ഷിഹാബിനെന്ന് വിളിച്ച കളിയാക്കണേ. ആ കളിയാക്ക, വാപ്പ നിങ്ങളത് കാണണമെന്ന് പറയുന്നുണ്ട്. ഇപ്പറൊന്ന് വീണു, നിങ്ങൾ അറിഞ്ഞില്ലേ? പിന്നെ വാപ്പാനെ നോക്കാനും ഇപ്പോൾ സമയം എനിക്കില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ അല്ല, ഞാനൊരു 100 കൂട്ടം തിരക്കിലാണ്. അപ്പോൾ ഇതൊരു കാര്യം ചെയ്തോ, വാപ്പാനെ ആശുപത്രി കൊണ്ടുപോയിട്ട് ജനൽ നോക്കിക്കളാം. എനിക്കിപ്പോൾ അതിനിപ്പോൾ സമയം കിട്ടും തോന്നുന്നില്ല. ഞാനൊരു 100 കൂട്ടം പ്രശ്നങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. പാപ്പ പാപ്പ എന്താ പറ്റി നിങ്ങൾക്ക്? ഒന്നും പറ്റിയിട്ടില്ലടാ, ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ എത്ര സ്നേഹിച്ചതാണ്. ഇപ്പൊ എൻ്റെ മുതലും പോയി, ഓനും പോയി. അന്നെ ഞാൻ കൊറേ വേദനിപ്പിച്ചു. സാറല്ലേ തീറ്റൊന്നും മുടക്കുന്നില്ലല്ലോ, പണിയെടുക്കാൻ നോക്ക കേട്ടോ, പണിയെടുത്ത് തിന്നാൻ നോക്ക. വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്ന ആളാ, ഇപ്പൊ തിന്ന് കൊഴുത്തുക്കണു. ഇജന്നെയാണ് എൻ്റെ കുട്ടി. നിന്നെ ഞാൻ മനസ്സിലാക്കാൻ വൈകിയടാ. ഒന്നും സാരല്ല, നിങ്ങൾ എന്റെ വാപ്പയായിട്ടാണ് ഞാൻ കാണുന്നത്. സ്വത്തും മുതലൊന്നല്ല. നിങ്ങളെ കൂടെ ഞാൻ മരണം വരെ ഉണ്ടാവും. എന്നോട് പൊറുക്ക്. ഞാനുണ്ടാവും വാപ്പാന്റെ കൂടെ ഏത് കാലത്തും ഒരു മകനായിട്ട്. കേട്ടാ മതി. അതിന് വേദാറാണ്ട് വാപ്പ.